എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ട്. ആമിർ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു മരണവും പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. മൃതപ്രായനായി ചലനമറ്റ് കിടക്കുന്ന ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ മാത്രം ആ ശരീരം മരണം പ്രതീക്ഷിച്ചിരിപ്പാണെന്നറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അവ സകല നിയന്ത്രണങ്ങളും പൊട്ടിച്ച് അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. ചുറ്റും തളം കെട്ടി നിന്നിരുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആരോ വിളിച്ചു ചോദിച്ചു, "ഓ ആമിർ എന്നവരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്?" നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ട ആ ശബ്ദം അവിടം പ്രതിധ്വനി സൃഷ്ടിച്ചു. മഹാനവറുകളുടെ അധരങ്ങൾ പതുക്കെ ചലിച്ചു തുടങ്ങി. ഇഹലോകവാസം വെടിയുന്നതിലുള്ള വിഷമം കൊണ്ടോ മരണവെപ്രാളം കൊണ്ടോ ഒന്നുമല്ല ഞാൻ കരയുന്നത്. മറിച്ച് നോമ്പ് നോറ്റി നട്ടുച്ചക്ക് അനുഭവപ്പെടുന്ന ശക്തമായ ആ ദാഹമുണ്ടല്ലോ, അതും പാതിരാത്രി രോമത്തിൽ കുത്തുന്ന തണുപ്പ് ശരീരത്തിൽ അരിച്ചു കയറുമ്പോൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്ന ഹരസമുണ്ടല്ലോ, അതും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കില്ലല്ലോ എന്നോർത്ത് കരഞ്ഞുപോയതാണ്. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ അതിശക്തമായ ചൂടിലായിരിക്കാം നമ്മുടെ ഈ റമദാൻ. ഉഷ്ണം അതിൻ്റെ സർവ്വപ്രതാപവും പുറത്തു കാണിച്ച് നിറഞ്ഞാടിയാലും നമുക്ക് റമദാനിനെ ഉഷ്ണത്തെ അതിജയിക്കാനുള്ള ശേഷിയുണ്ടാവണം. കാരണം കൊടും ചൂടിലെ സുന്നത്ത് നോമ്പ് പോലും നോൽക്കുമ്പോഴുണ്ടാകുന്ന ദാഹം റബ്ബിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള ഏറ്റവും മുന്തിയ ഹരമായിരുന്നു മഹാന്മാർക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.